ഈശ്വര, എന്തൊരു ദാഹം എന്നും പറഞ്ഞ് ശേഖരൻ എണീറ്റിരുന്നു. അടുത്ത് വെച്ചിരിക്കുന്ന ജഗ് എടുത്തു. ഈ മോൾക്ക് ഇത് എന്തു പറ്റി? ഇന്ന് വെള്ളം കൊടുന്നു വെക്കാൻ മറന്നല്ലോ എന്നും പറഞ്ഞ് ശേഖരൻ ജഗ്ഗുമായി അടുക്കളയിലേക്ക് നടന്നു. ഒരു ജിം മാസ്റ്ററും ജിമ്മിന്റെ ഉടമയുമാണ് ശേഖരൻ. ശേഖരനും മകൻ പ്രദീപും ഒരേപോലെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. ശേഖരനെയും മകനെയും കണ്ടാൽ ഏട്ടനും അനിയനും ആണെന്നേ തോന്നൂ എന്ന് ജിമ്മിൽ വരുന്നവർ പോലും പറയുന്ന കാര്യമാണ്. ഒരേയൊരു മകനായ പ്രദീപ് ടൗണിൽ തന്നെ ഒരു വലിയ തുണിക്കടയുടെ ഉടമയുമാണ്. 30 വയസ്സായ പ്രദീപിന്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമാകുന്നു. ഭാര്യയുടെ പേര് ലയ, 26 വയസ്സ്. ശേഖരൻ തന്റെ മകന്റെ ഭാര്യയെ മരുമകൾ എന്ന നിലയ്ക്കല്ല, സ്വന്തം മകളെ പോലെയാണ് കരുതിയിരുന്നത്. കല്യാണം കഴിഞ്ഞ് 2 വർഷമായപ്പോഴേക്കും ലയ ഒരു ഗുണ്ടുമണി തന്നെയായി. നീ ഒരു ഗുണ്ടുമണി ആയല്ലോടി, ഒരു ജിം ഓണറുടെ ഭാര്യ ഇങ്ങനെയായ നാട്ടുകാർ കളിയാക്കും. പ്രദീപ് ലയയെ നോക്കി കളിയാക്കി ചിരിച്ചു. നിങ്ങളും അച്ഛനും ഇങ്ങനെ തിന്നാൻ വാങ്ങിക്കൊണ്ടെന്ന് തരുന്നതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയേ? ഞാനെന്ത് സുന്ദരിയായിരുന്നു കല്യാണത്തിന്റെ ടൈമിൽ, എന്നിട്ടിപ്പോ എന്നെ കളിയാക്കുന്നു എന്നും പറഞ്ഞ് അവൾ ചിണുങ്ങി. കൊണ്ടുവരുന്നതൊക്കെ വാരി വലിച്ചു തിന്നാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞോ എന്നും പറഞ്ഞ് പ്രദീപ് അവളെ ദേഷ്യം കയറ്റി. ഇനി നിങ്ങൾ കൊണ്ടുവരുന്ന ഒന്നും ഞാൻ തിന്നില്ല, നോക്കിക്കോ എന്നും പറഞ്ഞ് ലേ കണ്ണു നനച്ചു. എന്റെ പൊന്നെ, ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും നീ പിണങ്ങിയോ? എന്റെ ചക്കരയല്ലേ നീ? എന്നെ വെറുതെ സോപ്പിടണ്ട, ഞാൻ മിണ്ടില്ല എന്നും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി. പുറത്തു നിൽക്കുന്ന ശേഖരൻ മരുമകൾ പിണങ്ങി നടക്കുന്നത് കണ്ടു. എന്തു പറ്റി മോളെ? നിന്നെ അവൻ എന്തോ പറഞ്ഞേ? ഒന്നുമില്ല അച്ഛാ. അവൾ മെല്ലെ റൂമിലേക്ക് പോയി. ഡാ പ്രദീപേ, നീ എന്താടാ ലയമോളെ ചെയ്തേ എന്നും പറഞ്ഞ് ശേഖരൻ മാമനോട് ദേഷ്യപ്പെട്ടു. ഞാനൊന്നും പറഞ്ഞില്ല അച്ഛാ, അവൾ കുറച്ച് തടി കൂടിയെന്നേ പറഞ്ഞുള്ളൂ. അല്ല അച്ഛാ, നിങ്ങൾ കൊണ്ടുവരുന്നതൊക്കെ ഞാൻ വാരി വലിച്ചു തിന്നിട്ട് ഞാൻ ഗുണ്ടുമണിയായി എന്നാ ചേട്ടൻ പറഞ്ഞേ എന്ന് പറഞ്ഞ് ലേ പുറത്തേക്ക് വന്നു. ആ സാരമില്ല മോളെ, നിനക്ക് തടി കുറയ്ക്കണമെന്നുണ്ടേ നീ എന്റെ കൂടെ ജിമ്മിലോട്ട് പോരെ. 2 മാസം കൊണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ശരിയാ, നീ അച്ഛന്റെ കൂടെ ജിമ്മിലേക്ക് പോക്കോ. രാവിലെയാണേ എന്റെ ഒപ്പം വരാമായിരുന്നു. രാവിലെ നിനക്ക് കുറെ കാര്യങ്ങൾ നോക്കേണ്ടേ, അതുകൊണ്ട് വൈകുന്നേരം പോകുന്നതാ നല്ലതെന്നും പറഞ്ഞ് പ്രദീപ് ലയയുടെ കവിളിൽ നുള്ളി. ജിം ഓണറുടെ മകന്റെ ഭാര്യയാണെങ്കിലും അവൾ ഇതുവരെ ജിമ്മിൽ പോയിട്ടില്ല. അതിന്റെ ഒരു ടെൻഷൻ അവൾക്കുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോഴേക്കും ജിമ്മിലേക്ക് പോവാൻ അവൾ റെഡിയായി നിന്നു. മോളെ, നീ ഈ വേഷത്തിലാണോ ജിമ്മിലേക്ക് വരുന്നേ? ചുരിദാറും ഷാളും ഒക്കെ ധരിച്ചു നിൽക്കുന്ന ലയയെ നോക്കി ശേഖരൻ ചോദിച്ചു. അതെ അച്ഛാ, ഇത് പോരെ. മോളെ, ഈ കവർ തുറന്നു നോക്ക് എന്ന് പറഞ്ഞ് ശേഖർ ഒരു കവറെടുത്ത് അവൾക്ക് കൊടുത്തു. നീ പോയിട്ട് ചുരിദാറൊക്കെ ഇട്ട് വർക്കൗട്ട് ചെയ്താ തൊലി ഉരിഞ്ഞു പോവും. സ്ട്രെച്ചിങ് ഒന്നും ശരിയാവില്ല. നീ ആ കവറിലെ ഡ്രസ്സ് ഇട്ടാ മതി. ഞാൻ അവിടെ ചെന്നിട്ട് മാറ്റിക്കോളാം അച്ഛാ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ശേഖരന്റെ ബുള്ളറ്റിൽ ജിമ്മിലേക്ക് പുറപ്പെട്ടു. ജെന്റ്സിനും ലേഡീസിനും വേറെ വേറെയായി തിരിച്ച ജിമ്മാണ്. ലേഡീസ് സെഷനിൽ ട്രെയിനറായി ഒരു ലേഡി ട്രെയിനർ ഉണ്ടായിരുന്നു. വേറെ വേറെയാണെങ്കിലും ഒരു ബിൽഡിങ്ങിൽ തന്നെ 2 സെക്ഷനായാണ് ജിം പ്രവർത്തിക്കുന്നത്. ബൈക്കിൽ നിന്നും ഇറങ്ങി രണ്ടുപേരും ജിമ്മിലേക്ക് കോണിപ്പടി കയറിയപ്പോ ജിം നേരത്തെ തുറന്നിരുന്നു. ഗുഡ് ഈവനിങ് മാസ്റ്റർ എന്ന് പറഞ്ഞ് ലേഡി ട്രെയിനർ പുറത്തേക്ക് വന്നു. ഗുഡ് ഈവനിങ് ഡേസി. ശേഖരൻ അവളെയും വിഷ് ചെയ്തു. ഹാ, ഇന്ന് പുതിയ ആളുണ്ടല്ലോ, എന്തു പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ? അവളെ അവളുടെ കെട്ടിയോൻ ഗുണ്ടുമണി എന്നും പറഞ്ഞ് കളിയാക്കി, അതിന്റെ വാശിയിൽ ഇറങ്ങിയതാണ് എന്നും പറഞ്ഞ് ശേഖരൻ ചിരിച്ചു. അതിനെന്താ, അധികം തടിയൊന്നുമില്ലല്ലോ, ഇതൊക്കെ നമുക്ക് 2 മാസം കൊണ്ട് കുറക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡേസി അവളെ സമാധാനിപ്പിച്ചു. ഡേസി, നീ നേരെയൊക്കെ ചെയ്യിക്കണേ, അല്ലെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ അപ്പുറത്തുണ്ട് എന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി. ഈ ഡ്രസ്സ് ആണോ ഇടുന്നേ? ഇത് തീരെ കംഫർട്ടബിൾ അല്ല, ജിം ഡ്രസ് ഇടണം. അല്ല ചേച്ചി, ഞാൻ വേറെ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? എന്നാൽ ഡ്രസ്സിംഗ് റൂമിൽ പോയി ചേഞ്ച് ചെയ്തിട്ട് വന്നോ. ലയ ഡ്രസ്സും എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. കവർ തുറന്നത് അവൾ ആ ഡ്രസ് ഇട്ട് പുറത്തേക്ക് വന്നു. അച്ഛൻ ഈ ഡ്രസ്സിൽ കാണുമോ എന്ന കാര്യത്തിൽ അവൾക്ക് ചമ്മലുണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും ഇത് ധരിച്ചല്ലേ ചെയ്യുന്നത് എന്നോർത്തപ്പോ ആ ചിന്ത തന്നെ മാറി. ഇപ്പോഴാ ശരിയായത്, ഇനി നമുക്ക് തുടങ്ങാമെന്നും പറഞ്ഞ് ഡേസി സ്റ്റാർട്ടിംഗ് വർക്കൗട്ടുകൾ പറഞ്ഞു കൊടുത്തു. ലയ അതെല്ലാം അനുസരണയോടെ ചെയ്തു. മരുമകൾ എന്താകും ചെയ്യുന്നതെന്നറിയാനായി ശേഖരന്റെ മനസ്സിൽ വെമ്പൽ കൊണ്ടു. ലേഡീസ് ജിമ്മിലേക്ക് കയറി വന്ന ശേഖർ കാണുന്നത് മരുമകൾ നിന്ന് ജമ്പിംഗ് എക്സസൈസ് ചെയ്യുന്നതാണ്. അച്ഛൻ വരുന്നത് കണ്ട ലയ ജമ്പിംഗ് മെല്ലെ നിർത്തേണ്ട മോളെ, നീ ചെയ്തു എന്ന് പറഞ്ഞ് ശേഖരൻ അവളെ സപ്പോർട്ട് ചെയ്തു. ഡേസി, ഇന്ന് അധികം ചെയ്യിപ്പിക്കേണ്ട കേട്ടോ, ഫസ്റ്റ് ഡേ അല്ലേ. ശരി മാസ്റ്റർ എന്നും, ഇന്ന് വെറും വാമപ്പ് മാത്രമേ ഉള്ളൂ. അത് മതി മോളെ, നേരെ ചെയ്യട്ടോ, നമുക്ക് അവനെ നിന്നെ സ്ലിം ബ്യൂട്ടി എന്ന് വിളിപ്പിക്കണ്ടേ. ശേഖരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ലയ തലയിൽ നിന്നും ഒഴുകുന്ന വിയർപ്പ് കണങ്ങൾ തന്റെ ടവൽ കൊണ്ട് ഒപ്പിയെടുത്തുകൊണ്ട് ശേഖരനെയും ഡേസിയെയും നോക്കി ചിരിച്ചു. ഒരു സെറ്റും കൂടെ പോരെ ചേച്ചി എന്ന് ചോദിച്ച് ലയ അവരുടെ കാരുണ്യത്തിനായി കാത്തുനിന്നു. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അത് മതി, ഡേസി പറഞ്ഞു. ആശ്വാസമായി ഇത് പറഞ്ഞ് ലയ നെടുവേർപ്പെട്ടു. മരുമകളെ ഈ വേഷത്തിൽ കണ്ടതു മുതൽ ജിമ്മിൽ വരുന്ന എല്ലാ സുന്ദരികളോടും തോന്നുന്ന വികാരം ശേഖരന്റെ മനസ്സിൽ പൊട്ടിമുളച്ചു. ശേഖരന്റെ കണ്ണ് പോയെങ്കിലും അതപ്പോ തന്നെ പിൻവലിച്ച് ശേഖർ പുറത്തേക്ക് പോയി. ആ വേഷത്തിൽ കണ്ടപ്പോ ശേഖരന്റെ മനസ്സിൽ ആദ്യമായി മരുമകളോട് ആവശ്യമില്ലാത്ത ചിന്തകൾ പൊട്ടിമുളക്കാൻ തുടങ്ങി. ജിമ്മിൽ ഒരുപാട് സ്ത്രീകൾ ഇതിലും കുറഞ്ഞ വസ്ത്രം ഇട്ട് വരുന്നത് പോലും അപ്പോഴൊന്നും തോന്നാത്ത എന്തോ വികാരം തന്റെ മരുമകളെ കണ്ടപ്പോ ശേഖരന്റെ മനസ്സിലേക്ക് കടന്നു വന്നു.
ശേഖരന് അവളെ വീണ്ടും വീണ്ടും കാണാനുള്ള പ്രേരണ വന്നുകൊണ്ടേയിരുന്നെങ്കിലും ശേഖരൻ തന്റെ മകനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാവുമെന്ന് മനസ്സിലാക്കി മനസ്സിനെ സ്വയം നിയന്ത്രിച്ചു. അങ്ങനെ 2 മാസം പോയതറിഞ്ഞില്ല. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ലയ 9 കിലോ തൂക്കം കുറച്ച് സുന്ദരിയായി മാറി. മകനെ കരുതി കരുതി മാറ്റിവെച്ച ചിന്തകളെല്ലാം ഓരോ ദിവസം കഴിയും തോറും ശേഖരൻ മറന്നുകൊണ്ടിരുന്നു. എന്നും മരുമകളോടൊപ്പം ഉള്ള യാത്രയും ട്രെയിനിങ്ങും എല്ലാം അയാളുടെ ചിന്തകൾക്ക് വളമിട്ടുകൊണ്ടേയിരുന്നു. താൻ അവളെ തെറ്റായ രീതിയിൽ നോക്കുന്ന കാര്യം അവൾ അറിയാതിരിക്കാൻ ശേഖരൻ ശ്രദ്ധിച്ചിരുന്നു. 9 കിലോ കുറച്ചപ്പോഴേക്കും ലയ സൗന്ദര്യറാണി തന്നെയായി മാറിയിരുന്നു. ഇത്രയും സൗന്ദര്യം ദൈവം നൽകിയ ഒരു സ്ത്രീയും ആ ജിമ്മിൽ ശേഖരന്റെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടായിരുന്നില്ല. അത് ശേഖരന് അഭിമാനവും പുത്തനുണർവും നൽകി. ജിം ഡ്രസ്സിൽ വർക്കൗട്ടുകളെല്ലാം അനായാസം ചെയ്യുന്ന മരുമകളെ നോക്കി ശേഖരൻ വെള്ളം ഇറക്കി നിന്നു. ഓരോന്ന് ആലോചിച്ചു നിൽക്കുന്ന സമയത്താണ് അച്ചാവുന്ന സപ്പോർട്ട് ചെയ്യാമോ എന്ന മരുമകളുടെ കിളിനാദം ശേഖരന്റെ കാതുകളിൽ എത്തുന്നത്. താൻ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യം കേട്ടതും അതിനെന്താ മോളെ എന്നും പറഞ്ഞ് ശേഖരൻ അവളുടെ അടുത്തേക്ക് പോയി. ചെസ്റ്റിനുള്ള ബെഞ്ച് പ്രസ് ചെയ്യാനുള്ള അവൾ ബെഞ്ചിൽ ടവൽ വിരിച്ചു. വെയിറ്റ് എല്ലാം സെറ്റ് ചെയ്ത് അവൾ ബെഞ്ചിൽ കിടന്നു. അച്ഛൻ സപ്പോർട്ട് ചെയ്യ്. മരുമകളുടെ ശബ്ദം കേട്ടതും ശേഖരൻ ബാറിൽ സപ്പോർട്ടിനായി പിടിച്ചു. മോളെ ഈസി 1 2 എന്ന് പറഞ്ഞ് ശേഖരൻ സപ്പോർട്ട് ചെയ്തു. 12 തവണ ആക്കിയപ്പോഴേക്കും അവൾക്ക് ഉയർത്താൻ വയ്യാതെയായി. മതി അച്ഛ, എനിക്ക് സാധിക്കുന്നില്ല, അവൾ സഹികെട്ട് പറഞ്ഞു. 3 എണ്ണം കൂടെ മോളെ, ഞാൻ ഫുൾ സപ്പോർട്ട് തരാം, നീ ശ്രമിക്കുക എന്ന് പറഞ്ഞ് ശേഖരൻ ബാറിൽ ഫുൾ സപ്പോർട്ട് കൊടുത്തു. ലയ ശ്വാസം വലിച്ചുവിട്ട് ബാർ ഉയർത്തി. തിരിച്ച് ഇറക്കുമ്പോൾ കൈയിന് സ്വാധീനമില്ലാത്ത പോലെയായിരുന്നു. ബാർ താഴെ ഹോൾഡ് ചെയ്യാൻ അവൾക്ക് സാധിച്ചില്ല. അയാൾ വേഗം ബാർ എടുത്ത് സ്റ്റാൻഡിൽ വെച്ചു. കൈ അറിയാതെ തട്ടിയതാണെങ്കിലും ശേഖരൻ മനസ്സിലാഗ്രഹിച്ച കാര്യം തന്നെയായിരുന്നു അത്. അപ്പോഴേക്കും ജെൻസിന്റെ ജിമ്മിൽ നിന്നും ആളുകൾ വിളിക്കുന്നത് കൊണ്ട് ശേഖരൻ അങ്ങോട്ട് പോയി. അച്ഛന്റെ കൈ തട്ടിയത് അവൾ അറിഞ്ഞെങ്കിലും അത് അവൾ കാര്യമായി എടുത്തിരുന്നില്ല. അങ്ങനെ അന്നത്തെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഇന്നത്തെയും പോലെ അവൾ അച്ഛനെ വിളിച്ചു. ശിഷ്യനെ ജിം നോക്കാൻ ഏൽപ്പിച്ച് ശേഖരൻ മരുമകളെയും കൂട്ടി വീട്ടിലേക്ക് പുറപ്പെട്ടു. മോളെ, ഇപ്പോ നിന്റെ ശരീരത്തിലുള്ള ഫാറ്റ് എല്ലാം പോയി. ഇനി ഓരോ വർക്കൗട്ടൊന്നും ഡയറ്റും ഒന്നും വേണ്ട. ഇനി ശരീരം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ശരിയാ, ഇനിയും കുറച്ച് ഞാൻ വെറും എലുമ്പത്തിയാകും എന്ന് പറഞ്ഞ് അവൾ ചിരിച്ചു. ഇനി നിന്റെ കെട്ടിയോൻ എങ്ങനെ കൊണ്ടുമടി എന്ന് വിളിക്കും. ഇപ്പൊ മോൾ സുന്ദരിയായല്ലോ. അയാൾ മരുമകളുടെ സൗന്ദര്യത്തെ മനഃപൂർവ്വം വർണ്ണിച്ചുകൊണ്ടിരുന്നു. അമ്മായിയച്ഛന്റെ വാക്കുകൾ അവൾക്ക് പുതിയ അനുഭൂതി നൽകി. സ്വന്തം സൗന്ദര്യത്തെ വർണ്ണിക്കുന്നത് ഏത് സ്ത്രീക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. മോളെ, നല്ല മഴ വരുന്നുണ്ടല്ലോ. ആകാശത്തുള്ള ഇടിമിന്നൽ നോക്കി ശേഖരൻ പറഞ്ഞു. സാരമില്ല അച്ഛ, നമുക്ക് വേഗം പോകാം. ജിം ഡ്രസ് അല്ലേ, അത് നനഞ്ഞാലും കുഴപ്പമില്ല. ഇനി ചെന്നിട്ട് കുളിക്കാനുള്ളതല്ലേ. ഇടി ഉണ്ടാവാതിരുന്നാ മതി, അതാ എനിക്ക് പേടി. ഇത്ര പോന്നിട്ട് നിനക്ക് ഇടി പേടിയാണോ മോളെ? ശേഖരൻ മരുമകളെ കളിയാക്കിക്കൊണ്ട് ചിരിച്ചു. മരുമകളുടെ നിശബ്ദത ശേഖരനിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. എന്തു പറ്റി മോളെ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇടി പേടിയാ. നീ ആരോടും പറയണ്ട. മരുമകളെ സമാധാനിപ്പിക്കാനായി ശേഖരൻ നുണയെ അങ്ങോട്ട് തട്ടിവിട്ടു. അത് കേട്ടതും ലയ അച്ഛനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അവർ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. വേനൽ മഴ ആയതുകൊണ്ട് ഓരോ മഴത്തുള്ളിയും ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ വലിപ്പം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും നിർത്തണോ മോളെ? വേണ്ട അച്ഛാ, ഇനി കുറച്ചല്ലേ ഉള്ളൂ, നമുക്ക് നനഞ്ഞു പോകാം. എനിക്ക് ഇടിയേ പേടിയുള്ളൂ, മഴ നനയുന്നത് ഇഷ്ടവാ. അവൾ തന്റെ ആഗ്രഹം അച്ഛനോട് പറഞ്ഞു. ശേഖരനും ലയയും നനഞ്ഞു കുളിച്ചു. പെട്ടെന്നുണ്ടായ ഇടിയിൽ ലയ ഞെട്ടി വിറച്ചു. അവൾ അമ്മായിയച്ഛനെ ചാരിയിരുന്നു. ആ മഴയിലും അയാളുടെ ശരീരം ചൂട് പിടിച്ചു തുടങ്ങിയിരുന്നു. വീടെത്താനായപ്പോഴേക്കും മഴയുടെ ലക്ഷണം പോലും കാണാനുണ്ടായിരുന്നില്ല. ഇന്നൊന്ന് സുഖമായി ഉറങ്ങാമെന്ന് കരുതിയതാ, ഇവിടേക്ക് ഒരു തുള്ളി പോലും പെയ്തിട്ടില്ലല്ലോ. ലയ മഴയോടുള്ള ദേഷ്യം പ്രകടിപ്പിച്ചു. നീയൊക്കെ അല്ലേ ഈ നാട്ടിൽ താമസിക്കുന്നേ, പിന്നെ എങ്ങനെ പെയ്യാനാ? ശേഖരൻ മരുമകളെ ഇന്ന് കളിയാക്കി. ഞാൻ മാത്രമല്ലല്ലോ, അച്ഛനും ഇവിടെ തന്നെയല്ലേ. അത്രയ്ക്ക് നന്ന് അച്ഛന്റെ മുഖം. അവളും അതേപോലെ തിരിച്ചടിച്ചു. അങ്ങനെ ഓരോന്നും പറഞ്ഞ് തറക്കിച്ച് അവർ വീട്ടിലെത്തി. ലയ ബൈക്കിൽ നിന്ന് ഇറങ്ങി. അവളുടെ ടീഷർട്ട് എല്ലാം നനഞ്ഞൊട്ടിയിരുന്നു. അവൾ അച്ഛൻ കാണാതിരിക്കാനായി വേഗം ഉള്ളിലേക്ക് കയറി. മോളെ, വേഗം പോയി കുളിക്ക്, അല്ലെ പനി പിടിക്കും. ശേഖരൻ അവളോട് പറഞ്ഞു. അച്ഛാ, അച്ഛനും നനഞ്ഞില്ലേ? ഇനി പോകുന്നുണ്ടെങ്കിൽ കുളിച്ചിട്ട് പോയാൽ മതി. ഇനി ഞാനിന്ന് പോകുന്നില്ല മോളെ, പ്രദീപ് വരുമ്പോ ചാവി കൊണ്ടുവരാൻ പറയാമെന്നും പറഞ്ഞ് അയാൾ ബാത്റൂമിൽ കയറി. അയാൾ വേഗം കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. മോളെ, നീ എവിടാ? ശേഖരൻ മരുമകളെ തിരക്കി ഹാളിലേക്ക് ചെന്നു. ഞാൻ അടുക്കളയിലുണ്ടച്ചാ, രാത്രിയിലേക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കുക. അത് കേട്ടതും ശേഖരൻ മെല്ലെ അടുക്കളയിലേക്ക് നടന്നു. മരുമകളെ കണ്ടതും ഉണ്ടായിരുന്ന കുറ്റബോധം എല്ലാം അപ്പൊ തന്നെ ആവിയായി പോയി. മോളെ സഹായിക്കണോ? ശേഖരൻ മരുമകളുടെ അടുത്ത് ചെന്ന് പാനിലിട്ട ചപ്പാത്തി മറിച്ചിട്ടുകൊണ്ട് ചോദിച്ചു. വേണ്ട അച്ഛാ, ഇത് എനിക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. അച്ഛൻ പോയി TV കണ്ടോ? നീ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ ഞാൻ എങ്ങനെ TV പോയി കാണും മോളെ എന്നും ചോദിച്ച് ശേഖരൻ വീണ്ടും ചപ്പാത്തി മറിച്ചിടാൻ കൂടി. ഇന്ന് അച്ഛൻ എന്തു പറ്റി? എന്നും ഞാൻ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യാറുള്ളത്. ഞാൻ ഇന്നാ മോളെ അതിനെക്കുറിച്ച് ചിന്തിച്ചേ. നിന്നെ ഇവിടെ തനിച്ച് ജോലി ചെയ്യിക്കുന്നത് മോശമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ആണോ? ഈ അച്ഛൻ ഇത് എന്തു പറ്റി? ശേഖരൻ ചപ്പാത്തി മറിച്ചിടുമ്പോൾ മരുമകളുടെ കയ്യിൽ അറിയാത്ത പോലെ തൊട്ടുരുമി നിന്നു. അവളുടെ ഓരോ സ്പർശനവും അയാളിൽ
മറ്റെന്തോ തിരികൊളുത്തുകയായിരുന്നു. അച്ഛാ, ചപ്പാത്തിക്ക് എന്ത് കറിയാ വേണ്ടേ? ശേഖരന്റെ നോട്ടത്തെ തെറ്റിച്ചുകൊണ്ട് ലയ ചോദിച്ചു. തേങ്ങാപാൽ ഒഴിച്ച മുട്ടക്കറി മതി മോളെ. നീ സവാളയും തക്കാളിയും എല്ലാം എടുത്തതാ, ഞാൻ ശരിയാക്കാം. അച്ഛൻ ഇന്ന് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണല്ലോ. അതേ മോളെ, ഞാൻ ഇന്ന് ഇതിലൊരു തീരുമാനമാക്കിയിട്ടേ ഉള്ളൂ. വേറെ കാര്യം. ശേഖരൻ മരുമകളെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് പറഞ്ഞു. എന്തിൽ തീരുമാനി എന്തിൽ തീരുമാനമാകുന്ന കാര്യം അച്ഛൻ പറയുന്നേ? അത് മോളെ, പാചകത്തിന്റെ കാര്യത്തിൽ എന്നും പറഞ്ഞ് ശേഖരൻ ഉരുണ്ടു കളിച്ചു. അവൾ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം അച്ഛൻ എടുത്തു കൊടുത്തു. അച്ഛാ, അച്ഛൻ ഇത് ശരിയാക്കുമ്പോഴേക്കും ഞാൻ തേങ്ങ ചിരകി പാൽ പിഴിയട്ടെ. തേങ്ങ മോള് ചിരവി തന്നാ മതി, പാല് ഞാൻ പിഴിഞ്ഞെടുത്തോളാം. സവാള അരിയുന്നതിനിടയിൽ അയാൾ മരുമകളെ നോക്കി. തന്റെ മകനെ ആലോചിച്ച് ശേഖരന് അസൂയ തോന്നി. അവരെല്ലാം റെഡിയാക്കിയപ്പോഴേക്കും പ്രദീപ് വീട്ടിലേക്ക് എത്തി. ഡാ മോനെ, നീ ജിമ്മിന്റെ കീ എടുത്തില്ലേ? എടുത്തച്ചാ, ഞാൻ കടയിൽ നിന്നും നേരെ അവിടേക്കാ പോയെ. ആ മോനെ നീ ഉണ്ടായിരുന്നോ? ഇവനെ എവിടെ നീട്ടി? അളിയൻ കടയിലേക്ക് വന്നതാച്ചാ, ഞാൻ ഇവനെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോന്നു. മോളെ ലേ, ഇങ്ങോട്ട് വാ, ഇതാരാ വന്നിരിക്കുന്നേ നോക്കിയേ. ആരാ അച്ഛ എന്നും ചോദിച്ച് ലയ പുറത്തേക്ക് വന്നു. ആ കണ്ണാ, നിനക്ക് ഇന്ന് എന്തു പറ്റി? എത്ര നാളായി നിന്നെ ഇങ്ങോട്ട് വിളിക്കുന്നു? അത് പിന്നെ ചേച്ചി, ജോലി കിട്ടിയതല്ലേ ഉള്ളൂ, അതിന്റെ തിരക്കൊക്കെയാണ്. മോളെ, വിശേഷമൊക്കെ പിന്നെ ആവാം. അവര് പോയി കുളിച്ചിട്ട് വരട്ടെ, അവർക്ക് വിശക്കുന്നുണ്ടാവും. എന്നാ നിങ്ങൾ വേഗം കുളിച്ചിട്ട് വാ, ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് ലയ അവരോട് തലയാട്ടി. ഇതാ വരുന്നു, ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞ് പ്രദീപും കണ്ണനും റൂമിലേക്ക് പോയി. ലയ പ്രദീപിന്റെ കൂടെ റൂമിലേക്ക് പോയി അവന്റെ ഡ്രസ്സും ടവലും എല്ലാം എടുത്തു കൊടുത്തു. പ്രദീപ് അവളെ കൂടുതൽ ഫേസ് ചെയ്യാതെ ബാത്റൂമിൽ കയറി. എന്തോ പന്തികേട് തോന്നിയ ലയ അവിടെ തന്നെ നിന്നു. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയതും അവിടെ തന്നെ നിൽക്കുന്ന ലയയെ കണ്ടതും ഒന്ന് പരുങ്ങി. ഏട്ടാ, ഇന്നും കുടിച്ചല്ലേ? ഇനി ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല. ചെറിയ കുഞ്ഞൊന്നും അല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കിഡ്നി സ്റ്റോൺ ഉണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞതല്ലേ? ചേട്ടന് ഓർമ്മ ഇല്ലേ അതൊന്നും? എന്താ അച്ഛാ ചെയ്യേ? ഞാൻ ഇനിയൊന്നും പറയാൻ വരില്ല എന്ന് പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ അടുക്കളയിലേക്ക് പോയി. അവൻ അവളുടെ പിന്നാലെ അടുക്കളയിലേക്ക് പോയി. മോളെ, അളിയന്റെ കൂടെ ഒരു ബിയർ മാത്രമേ കഴിച്ചുള്ളൂ, പറ്റിപ്പോയി, ഇനി ഉണ്ടാവില്ല. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ ചെയ്തു. എന്റെ അനിയനെയും കൂടെ അങ്ങ് നാശമാക്ക് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ ഫുഡും എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് നടന്നു. അച്ഛാ, കണ്ണ കഴിക്കാൻ വാ. അച്ഛനെയും കണ്ണനെയും വിളിച്ച് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അവളുടെ ദേഷ്യം അച്ഛന്റെയും കണ്ണന്റെയും മുന്നിൽ അവൾ കാണിച്ചില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം TV കണ്ടിരുന്ന് 10 മണി ആയപ്പോഴേക്കും അവർ കിടക്കാനായി പോയി. അവളുടെ ദേഷ്യം അപ്പോഴും മാറിയിരുന്നില്ല. അവർ രണ്ടുപേരും ഓരോന്ന് പറഞ്ഞ് വാക്കുതർക്കമായി. അവൾ അവനോട് തെറ്റി നേരെ സോഫയിൽ വന്ന് കിടന്നു. മരുമകളുടെ കിടത്തം കണ്ടതും വെള്ളത്തിനായി ഇറങ്ങി വന്ന ശേഖരന്റെ തൊണ്ടയൊന്നു പറ്റി. അയാൾ ശബ്ദം ഉണ്ടാക്കാതെ വെള്ളം പോയി കുടിച്ചു വന്നു. അപ്പോഴേക്കും അവൾ ഉണർന്നതും അയാളെ കണ്ടു. അയാൾ തിരക്കി എന്താ പ്രശ്നമെന്ന്. അങ്ങനെ അവരെല്ലാം സംസാരിച്ചു. ഒടുവിൽ അവൾക്ക് അമ്മായിയച്ഛനോട് എന്തോ ഒരു പ്രത്യേക തരം ഇഷ്ടം തോന്നാൻ തുടങ്ങി. അവിടെ നിന്നും അവരുടെ കഥ ആരംഭിക്കുകയാണ്.